നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. കഴിഞ്ഞ ദിവസം എ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകമാണ് ചൊല്ലിയത്. ഇന്നിപ്പോൾ എന്ന് തുടങ്ങുന്ന ശ്ലോകം ചൊല്ലാം. ഹരിനാമ കീർത്തനം 25-ാമത്തെ ശ്ലോകം. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരം ഏകാന്തമെന്ന വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. കാകൻ പറന്ന പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ എൻ്റെ മനവും ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ട് പോകുന്നു. അരയന്നങ്ങളുടെ പിന്നാലെ കാക്ക പറന്നു പോകുന്നത് പോലെ എൻ്റെ മനസ്സും ഏകാന്ത യോഗികളോടുള്ള ഭക്തി നിമിത്തം ഏകാന്തമായ മാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എഴുത്തച്ഛൻ തൻ്റെ വിനയം വളരെയധികം പ്രകടമാക്കുന്നത് കാണാം. കാക്ക അരയന്നത്തിൻ്റെ പിന്നാലെ പറന്നു പോയാൽ എവിടം വരെ പോകാനാണ്? സുബ്രഹ്മണ്യനും പരശുരാമനുമൊക്കെ കടന്നതായി പുരാണങ്ങൾ ഘോഷിക്കുന്ന ഹിമാലയത്തിലെ ക്രൗഞ്ചദ്വാരം മോക്ഷപദമായി കരുതപ്പെടുന്നു. ക്രൗഞ്ചദ്വാരത്തിന് ഹംസദ്വാരം എന്നും പറയാം. ഹംസങ്ങൾ മാനസ സരസിലും ഹംസദ്വാരത്തിലുമൊക്കെ പറന്നെത്തുന്നിടത്ത് കാക്കയ്ക്കെങ്ങനെ പറന്നുയരാൻ കഴിയും? കാക്കയ്ക്ക് കൊക്കാകാൻ കഴിയുമോ എന്നൊരു പഴഞ്ചൊല്ലുമുണ്ടല്ലോ. കുറച്ച് ചിന്തിച്ച് ഗ്രഹിക്കാനുള്ള ഒരർത്ഥം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. കാക്ക കുളിച്ചാലോ ചമഞ്ഞാലോ അരയന്നമാകുകയില്ലെന്നൊരു ചൊല്ലുമുണ്ട്. അതാ മുമ്പേ പറഞ്ഞത്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. കാക്ക താമസ സ്വഭാവത്തിൻ്റെ പ്രതീകമാണ്. ഹംസം സാത്വിക ഭാവം കൊണ്ട് സമുന്നതമായ ഒരു യോഗിയുടെയും. അരയന്നം പരമഹംസവാചിയുമാണ്. അപ്പോൾ കേവലം തമോ ഗുണഗ്രസ്തനായ ഒരജ്ഞാനി പരമയോഗിയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പരിഹാസതയും അർത്ഥമില്ലായ്മയും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏകാന്ത യോഗികളിലാണ് ആകാംക്ഷയുള്ളത്. ഏകാന്ത യോഗികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ബ്രഹ്മജ്ഞാനികൾ തന്നെയാണ്. ബ്രഹ്മജ്ഞാനികളോട് നിതാന്ത ഭക്തി ഉള്ളതിനാൽ തൻ്റെ മനസ്സ് എത്ര താമസ ഗുണസമന്വിതമാണെങ്കിലും ബ്രഹ്മജ്ഞാനികളിൽ കൊതി പൂണ്ട് ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കരണത്തിലുള്ള മാർഗത്തിൽ തന്നെയാണ് ചരിക്കുന്നത്. അതാണ് ഹരിനാമ കീർത്തനകർത്താവ് പറയുന്നത്. തൻ്റെ ശ്രമം നിഷ്ഫലമാണെന്നറിയാം. എന്നാലും ആ മാർഗത്തിലൂടെയുള്ള ഗമനം ഉപേക്ഷിക്കാൻ എങ്ങനെ ഒക്കും? ഏകാന്ത യോഗികളിൽ അഭിനിവേശം ഉദിച്ചു കഴിഞ്ഞു. പിന്നെ അതൊരിക്കലും
അങ്ങനെ ഗമനം ഉപേക്ഷിക്കാൻ ഒക്കുകയില്ലല്ലോ. മാർഗദർശകന്മാർ ഏകാന്ത യോഗികളും ലക്ഷ്യം ബ്രഹ്മവും സാധന യോഗികളുടെ വഴിയെയുള്ള മനസ്സിൻ്റെ ഗമനവുമാണ്. അങ്ങനെ സാധ്യം സിദ്ധിപദത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ട സാധനകൾ കൊണ്ട് ഒരു സാധകന് സിദ്ധി ഉണ്ടാകുന്നു എന്നാണ് ഈ പദ്യഭാഗം ധ്വനിപ്പിക്കുന്നത്. ശ്ലോകം 25 ഒന്നുകൂടി ചൊല്ലാം. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതൻ മനവും കകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.